കൃഷ്ണൻ അങ്ങനെ കുറെ മേജർ ഇവന്റ്സിന്റെ ഭാഗമായിരുന്നു. വൺ ഓഫ് ദി മേജർ ഇവന്റ്സ് മഹാഭാരതമായിരുന്നു. അതിന്റെ കഥ ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ സിംബോളിസം പറയാം. കൃഷ്ണന്റെ പ്രസൻസ് ഭയങ്കര സിംബോളിക് ആയിരുന്നു. അതായത് മഹാഭാരതത്തിൽ കൃഷ്ണൻ വെപ്പൺ എടുത്തിട്ടില്ല. കൃഷ്ണൻ അർജുനന്റെ ഗൈഡായിരുന്നു. ഒരു സിമ്പിൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 5 കുതിരകളെ കൺട്രോൾ ചെയ്യുന്ന കൃഷ്ണന്റെ രഥത്തിൽ നിൽക്കുന്ന അർജുനൻ. ഇതിന്റെ സിമ്പിൾ എങ്ങനെയാന്ന് വെച്ചാൽ 5 കുതിരകൾ, 5 ഹ്യൂമൻ സെൻസസ്. അർജുനൻ ആത്മാവ്, കൃഷ്ണൻ ദൈവം. അതായത് നമ്മളുടെ ആത്മാവിനെ, പരമാത്മാവിനെ കണ്ണും പൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ 5 സെൻസസ്, അതായത് നമ്മൾ ജീവിക്കുന്നത് ഈ 5 സെൻസസ് ഉണ്ട്, ഈ 5 സെൻസസിനെയും ശരിയായ ദിശയിൽ കൊണ്ടുപോയി വിജയം, അതായത് സക്സസ്ഫുൾ ലൈഫ് സുനിശ്ചിതമാണ് എന്നാണ് പറയുന്നത്. ഗോട്ട് ഇറ്റ്. പിന്നെ മഹാഭാരതത്തിലെ ഭഗവത്ഗീത നമ്മളുടെ ലൈഫിലെ എന്താ പറയുക പ്യോർ ഗൈഡ്, അതും കൃഷ്ണനാ പറഞ്ഞത്. അങ്ങനെ 125 years ആയപ്പം കൃഷ്ണന് സ്വർഗലോകത്തിലേക്ക് പോകേണ്ട സമയം. കൃഷ്ണൻ ഇങ്ങനെ നേച്ചർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ഹണ്ടർ കൃഷ്ണന്റെ കാലിങ്ങനെ അനങ്ങുന്ന കണ്ട് പക്ഷിയാൻ ജസ്റ്റ് അമ്പ് ഇതാക്കി. അങ്ങനെ ആ അമ്പ് കൊണ്ട് കൃഷ്ണൻ മരിച്ചു. കൃഷ്ണൻ സ്വർഗത്തിലേക്ക് പോയ ഉടനെ തന്നെ ദ്വാരക വെള്ളത്തിൽ മുങ്ങിപ്പോയി.